മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി. ഹർജി നാളെ പരിഗണിക്കുമെന്നാണ് വിവരം. അതായത് ഇന്നലെ സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരുന്നു. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ നടത്തിയാണ് കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ഹർജി വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി നൽകുന്ന പശ്ചാത്തലം രാഹുൽ ഒരുക്കുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ അന്തരീക്ഷത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കും എന്ന കാര്യത്തിൽ മുതിർന്ന അഭിഭാഷകൻ വഴി ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് രാഹുൽ എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഹൈക്കോടതി കനിയുമോ എന്നാണ് ഇനിയും കാത്തിരുന്ന് കാണേണ്ടത്. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നിർണായകമായ വിവരം. ഇപ്പോൾ ഹർജി നാളെ പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഹൈക്കോടതിയെ സമീപിക്കുന്നതിലൂടെ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ് രാഹുൽ. 9ാം ദിവസമാണ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ആജ്ഞ, നമുക്കറിയാം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സെഷൻസ് കോടതിയുടെ ഉത്തരവ് മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ളത് പുറത്തു വന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ കൂടി, അതിൻ്റെ മറുപടി കൂടി ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ തിരക്കിട്ട നടപടികളാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, തിരുവനന്തപുരത്ത് ത്രിപുര സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ രേഖപ്പെടുത്തിയിട്ട് അതേ കാര്യങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ടത്. പ്രധാനമായും കോടതിയുടെ മുൻപാകെ ഉള്ളത് ഗർഭചിത്രം നടത്തി, നിർബന്ധിത ഗർഭചിത്രം നടത്തി, അതുപോലെ ബലാത്സംഗ കേസുമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു ജനപ്രതിനിധി ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ്, അതായത് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നും കോടതി ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ തന്നെ അദ്ദേഹം കസ്റ്റഡിയിലായിരുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഹൈക്കോടതിയിൽ ഈ ജാമ്യ ഹർജിയുമായി മൂവ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. പക്ഷേ രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി രാജീവ് മുഖാന്തരമാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും കോടതി നാളെ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ പ്രത്യേക സിറ്റിങ്ങുകളുണ്ട്, റെഗുലർ സിറ്റിംഗ് തന്നെയുണ്ട് ഹൈക്കോടതിയുടെ. അതിലൊന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമെന്നാണ്. അതിനിടയിൽ ഒരു നോട്ട് ടു അറസ്റ്റിനും കൂടി മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതായത് നാളെയാണ് പരിഗണിക്കുന്നതെങ്കിൽ ഇന്ന് പോലീസ് അടിയന്തരമായി രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കാൻ ഉള്ള നീക്കങ്ങൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇന്ന് വലിയ വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് ഇന്നലെ തന്നെ, അതായത് ഈ മുൻകൂർ ജാമ്യം തള്ളിയിരുന്ന സാഹചര്യത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രാഥമിക അംഗത്വം വരെ തള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് സാഹചര്യത്തിലും അറസ്റ്റ് ചെയ്യാമെന്നുള്ള നിർദ്ദേശം പോലീസിനുള്ളത് കൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യം നാളത്തേക്ക് പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ നോട്ട് ടു അറസ്റ്റിനുള്ള ഒരു സാധ്യത കൂടി തേടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അറസ്റ്റ് നടപടികൾ വൈകിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ രാഹുൽ നിലവിലും കീഴടങ്ങുന്നില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ള വിമർശനവും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ശക്തമായ പിന്തുണയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ള വിമർശനങ്ങളും ശക്തമാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അടിയന്തരമായി കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ്. പരിശോധനകൾ വിവിധ ഭാഗങ്ങളിലായി നടന്നു വരുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലുണ്ട് എന്ന് വിചാരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെയും ആളുകളെ കേന്ദ്രീകരിച്ചും രാഹുലിന്റെ ജീവനക്കാരെ കേന്ദ്രീകരിച്ചും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പരിശോധന നടത്തി വരുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും രാഹുൽ ഉടൻ കീഴടങ്ങാനുള്ള സാഹചര്യമില്ല. നമുക്കറിയാം, ഇന്ന് 9ാം ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് MLA ഒളിവിൽ തുടരുന്നത്. അദ്ദേഹം കീഴടങ്ങുമെന്നുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിയമത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വഴി പോലും തേടിയുള്ള യാത്രയിലാണ് രാഹുൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഒരുപക്ഷെ ഹൈക്കോടതി തള്ളിയാൽ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള സാഹചര്യം കൂടി രാഹുൽ ഒരുക്കിയേക്കാം. അങ്ങനെ നിയമ പോരാട്ടം ഏറ്റവും പരമാവധി ലെവലിലേക്ക് നിർത്തുക എന്നുള്ള രീതിയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്.